കെ മുരളീധരൻ വളരെ ഓപ്പൺ ആയിട്ട് പറഞ്ഞില്ലേ SDP വോട്ട് തങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ മാത്രം എന്തിനാണെന്ന് ഈ തലേ തുണിയിട്ടുകൊണ്ട് ബന്ധം ഉണ്ടാക്കാൻ പോകുന്നത്? അതിന് ബിജെപിന്റെ സർട്ടിഫിക്കറ്റ് ആവശ്യം ഞങ്ങൾക്കില്ല. നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരാനും ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ ആദ്യം അദാനിക്കെതിരെ അദാനിയിലേക്ക് പോയല്ലോ. പരൽമീന് പിടിക്കുന്ന നിങ്ങൾ തിമിംഗലത്തെ വിട്ടുകളയുന്നത് എന്തിനാണ്? കോർപ്പറേറ്റ് ഭീമന്മാർക്കെതിരെ ഈ കേന്ദ്ര ഗവൺമെന്റ് എന്താ ED പറഞ്ഞേക്കാത്തത്? നിങ്ങൾക്ക് നട്ടലുണ്ടോ? ഷാക്കിർ എന്താ ഷാക്കിർ ED എന്ന് പറയുന്നത് വെറും കോമഡിയായി മാറി. നിങ്ങൾ ചെപ്പടിക്ക് നിൽക്കുന്ന ഈ ഫാസിസം ഈ രാജ്യത്ത് വളർന്നു വരുന്നു എന്ന് അന്ന് മുതലേ പറഞ്ഞ പ്രസ്ഥാനമാണ് SDP. പകരം അന്ന് സിമി ഉണ്ടായിരുന്നു. ഭാവിയിൽ ഫാസിസം വളർന്നു വരുന്നു നിങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞാൽ SDP അല്ല, അന്ന് സിമി ആയിരുന്നു ഉണ്ടായിരുന്നത്. നിരോധിക്കപ്പെട്ട സംഘടനയായിരുന്നു. സിമി പറഞ്ഞു, പിന്നെ അത് പോപ്പുലർ ഫ്രണ്ടായി. പോപ്പുലർ ഫ്രണ്ട് ഇപ്പൊ എന്താണ് SDP എന്നുള്ള പേരിൽ നിങ്ങൾ പറഞ്ഞാണ്, ഞാൻ പറഞ്ഞല്ല. നിങ്ങൾക്ക് എന്ത് തെളിവാണ്? EDയുടെ പേപ്പർ അല്ലാണ്ട് വേറെ എന്ത് തെളിവാണ്? ഇതിന്റെ പ്രവർത്തന പാത ഏതെങ്കിലും ഒരു SDP നേതാവിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? BJP ഒരു വർഗീയ സംഘടനയാണ്. നിങ്ങൾ മാടപ്രാവുകളാണ്, നിങ്ങൾ മതേതരത്വത്തിന്റെ അപ്പോസ്തലരാണെന്ന് പറഞ്ഞല്ലോ. ഇവിടെ ഇരിക്കുന്ന UDFന്റെ പ്രതിനിധി ഷാക്കിറിനെ കൊണ്ട് നിങ്ങൾ നല്ല മതേതര പ്രസ്ഥാനമാണ്, നിങ്ങളെ ഞങ്ങൾ ഉൾക്കൊള്ളുന്നു എന്നൊന്ന് പറയിക്കാമോ? BJPയുടെ ലക്ഷ്യം എന്താണെന്ന് നിങ്ങൾ അത് മാത്രം ഒന്ന് പറയിച്ചാൽ അവരെ രാത്രി ഇരുട്ടത്ത് തലേ തുണിയിട്ട് നിങ്ങളുമായിട്ട് സഹകരിക്കും. ഞങ്ങൾക്കറിയാം. അതിന്റെ അല്ല പറഞ്ഞത്. നിങ്ങൾ നേരത്തെ അവര് പേര് മാറ്റിയതിനെ കുറിച്ച് പറഞ്ഞു. ഞമ്മക്ക് മനസ്സിലായില്ല. അങ്ങോട്ട് നോക്ക്. SDP-യെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ NDF-നെ സംബന്ധിച്ചിടത്തോളം ഒന്നാമതായി ഏറ്റവും കൂടുതൽ എതിർത്തിട്ടുള്ള കേരളത്തിലെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. ആണോ? താങ്കൾ ഈ വോട്ടിന്റെ കാര്യം പറഞ്ഞതുകൊണ്ടാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ SDP-യുടെ വോട്ട് കിട്ടിയിരുന്നു കേട്ടോ. SDP-യുടെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല UDF. CPM പാർട്ടിയാണെങ്കിൽ CPM SDP-യുടെ പിന്തുണയോടെ ഭരിക്കുന്നുണ്ട്. BJP-യുടെ പിന്തുണയോടെ അല്ലെങ്കിൽ സഹായത്തോടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് ഭരിച്ചിരുന്നു. എന്നാൽ ഐക്യജനാധിപത്യ മുന്നണി ഏതെങ്കിലും സ്ഥലത്ത് കേരളത്തിലെ 2000-ഓളം വരുന്ന ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളുണ്ട്. ഒരു സ്ഥലത്തും ഇവരാരുടെയും പിന്തുണയോടെ ഞങ്ങൾ ഭരിക്കുന്നില്ല, ഭരിച്ചിട്ടില്ല, ഭരിക്കാൻ ആഗ്രഹിക്കുന്നുമില്ല. നിലപാട് പാലക്കാട് UDF-നായിരുന്നു പിന്തുണ. SDP UDF-ഉമായിട്ട് ചർച്ചയുടെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ അവരുമായിട്ടുള്ള അലയൻസിന്റെ അടിസ്ഥാനത്തിലോ ഒന്നും അല്ല. അത് നീ വല്ല സ്കൂൾ മാഷ്മാരോട് പറഞ്ഞാൽ മതി, അവര് വിശ്വസിക്കും. പാലക്കാട് SDP-യുടെയും വെൽഫെയർ പാർട്ടിയുടെയും വോട്ടുകൾ UDF-നായിരുന്നു. അത് വേണ്ടെന്ന് പറഞ്ഞിട്ടുമില്ല. ആ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് ഒരിക്കലും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിട്ടുമില്ല. അത് സ്വീകരിച്ചിട്ടുമുണ്ട്. അല്ല, അത് നിങ്ങൾ തിരുത്തേണ്ടതാണ്. മഞ്ജുഷന്റെ ആ സ്റ്റേറ്റ്മെന്റ് തിരുത്തേണ്ടതാണ്. മുന്നണിയായി ഭരിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾക്കൊന്നും പറയാനില്ലേ? ഞങ്ങൾ ഏതെങ്കിലും ഒരു ത്രിതല പഞ്ചായത്തിലെ വേറെ എവിടെയെങ്കിലും ഇവരുമായി ചേർത്ത് ഭരിക്കുന്നുണ്ടോ? തരാതരം പോലെ LDF-ഉം UDF-ഉം SDP-യുടെ പിന്തുണ സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളൊരു പക്ഷം പിടിക്കാനില്ല എന്ന് പറയുന്നത്. അതുകൊണ്ടാണോ പിന്തുണയ്ക്കുകയോ റെയ്ഡിനെ എതിർക്കുകയോ ചെയ്യുന്നില്ല ഷാക്കിർ? ഞാൻ ജൂലൈ 27, 2022 ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഒരു വാർത്ത വായിക്കാം. ED raids up by 27 times in 2014-22 compared to 2004-14 എന്നാണ്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 2004 മുതൽ 2014 വരെ വെറും 112 സെർച്ചുകൾ മാത്രമാണ് ED നടത്തിയതെന്നുണ്ടെങ്കിൽ 2004 മുതൽ 2022 വരെയുള്ള 8 വർഷത്തിന്റെ ഇടയിൽ മാത്രം അത് 3010 ആണെന്നുള്ള. 2004 മുതൽ 2014 വരെയുള്ള 10 വർഷത്തിനിടയിൽ 5500 സംതിങ് കോടിയാണ് ED സീസ് ചെയ്തെന്നുണ്ടെങ്കിൽ 2014 മുതൽ 2022 വരെ അത് 1,00,000 കോടിയാണ് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. തെളിവുകൾ എന്റെ കൈവശമുണ്ട്. ഇതിനകത്ത് 23 കേസുകളിനകത്ത് ശിക്ഷിക്കുന്ന കാര്യം ഉണ്ടായി. ബാക്കി കേസുകളിൽ കുറെ ട്രയൽ നടക്കുന്നുണ്ട്. ബാക്കി പറയുന്ന പോലെ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകാം. ഈ ശിക്ഷിച്ച കേസുകൾ 23 അല്ലെങ്കിൽ ഇപ്പോൾ അതിന്റെ എണ്ണം കൂടി ഇപ്പോൾ 40 മുകളിലേക്ക് ആയിട്ടുണ്ട് എന്നുള്ളത് വെച്ചിട്ട് ബാക്കി കേസുകൾ മുഴുവൻ തള്ളിക്കളഞ്ഞു. ബാക്കിയുള്ളവരെ മുഴുവൻ വെറുതെ വിട്ടു കഴിഞ്ഞു. ബാക്കിയുള്ളവരൊക്കെ പച്ച പാവങ്ങളായിരുന്നു, പച്ചവെള്ളം ചവച്ചു കുടിക്കുന്നവരായിരുന്നു എന്നൊന്നും അർത്ഥമില്ല. അപ്പൊ തീർച്ചയായിട്ടും കണക്കുകൾ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണക്കുകളിൽ നിന്ന് തന്നെ EDയുടെ എഫിഷ്യൻസി 2014 ശേഷം എന്താണ് എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇതൊക്കെ വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കാം എന്നുള്ളതിനകത്ത് ഉപരി കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങളിൽ വ്യക്തമായിട്ടുള്ള ബോധ്യം അവർക്കുണ്ട്. അതിപ്പോ UDF പ്രതിനിധിയോടും പറയുകയാണ്, അദ്ദേഹത്തിന്റെ അനൌദ്യോഗിക സഖ്യകക്ഷിയായ SDP-യോടും പറയുകയാണ്. നിന്റെ അഭ്യാസം എന്റെ അടുത്ത് വേണ്ട. ചാക്ര നേരത്തെ പറഞ്ഞു ഒരു വഴി പഞ്ചായത്ത് അവിടെ അൻസാരി പറയട്ടെ മാറിയിട്ടുണ്ടോ? ഇല്ലെന്നല്ലേ പറഞ്ഞേ? ഇപ്പോഴും അങ്ങനെയാണ്. വഴി മാത്രമല്ല, അങ്ങനെ ഒരു ചർച്ചയാണെന്നുണ്ടെങ്കിൽ അതിനെ തെറ്റിദ്ധരിപ്പിച്ചു. അതുകൊണ്ടാണ് ഷാക്കിർ ഇപ്പം അങ്ങനെ ഷാക്കിറിന്റെ
പ്രസിഡന്റ് മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയല്ലേ? പറഞ്ഞോട്ട് തെറ്റിദ്ധരിപ്പിക്കല്ല, ഞാൻ വസ്തുത പറഞ്ഞതാണ്. ഇവൻ പറഞ്ഞതോ അതോ നീ പറഞ്ഞതോ സത്യം? ഞാൻ പറഞ്ഞത് സത്യം. തുടങ്ങിയ സംഘടനകളുമായിട്ടുള്ള ലീഗിന്റെ ബന്ധത്തെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ അദ്ദേഹം എന്താണ് മറുപടി പറഞ്ഞതെന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് നമ്മൾ കേട്ടതാണ്. ഈശ്വര ഓരോന്നോരോന്നെ പുറത്തേക്ക് വന്നോണ്ടിരിക്കുകയാണല്ലോ. യുഡിഎഫിന്റെ നേതൃസ്ഥാനത്തുള്ള ഒരാളാണ് CP ജോൺ. CP ജോൺ എന്താണ് പറഞ്ഞത്? SDP-യുമായിട്ടുള്ള ബന്ധം തുറന്നു തന്നെ സമ്മതിക്കണം, മുമ്പോട്ട് പോകണം എന്നുള്ള നിലയിലാണ് CP ജോൺ പറഞ്ഞത്. അല്ലാതെ താങ്കൾക്ക് അഭിപ്രായമുണ്ടോ? അപ്പൊ UDF-ന്റെ മൊത്തം കാര്യം നിങ്ങൾ ഒറ്റയ്ക്കല്ലല്ലോ തീരുമാനിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ അലയൻസ് പാർട്ണർ എന്ന് ഞാൻ പറഞ്ഞു കഴിയുമ്പോ നിങ്ങളുടെ ഘടകകക്ഷികൾക്കകത്തുള്ള പല പാർട്ടികളും അവരെ ഓപ്പണായിട്ട് എൻഡോഴ്സ് ചെയ്യാൻ തയ്യാറാണെന്നേ. കെ മുരളീധരൻ വളരെ ഓപ്പണായിട്ട് പറഞ്ഞില്ലേ, SDP വോട്ട് തങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്, വട്ടിയൂർക്കാവിന് ലഭിച്ചിട്ടുണ്ട്, മറ്റു പല സ്ഥലത്തും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞില്ലേ. അപ്പൊ ഇവരെല്ലാവരും തുറന്നു പറയുന്നുണ്ടല്ലോ. പിന്നെ നിങ്ങൾ മാത്രം എന്തിനാണെന്ന് ഈ തലേ തുണിയിട്ടുകൊണ്ട് ബന്ധം ഉണ്ടാക്കാൻ പോകുന്നത്? നേരിട്ട് നിങ്ങൾക്കും അങ്ങ് പറഞ്ഞൂടെ? നിങ്ങൾ എന്തിനാണ് ഇത് ഒളിച്ചു വയ്ക്കാനും മറച്ചു വയ്ക്കാനും ഒക്കെ പോകുന്നത്? നിങ്ങളുടെ UDF-ന്റെ അകത്തുള്ള നേതാക്കൾ പറഞ്ഞ കാര്യമാണ്, അല്ലാതെ നിങ്ങൾക്ക് പറയാൻ സാധിക്കും. അതിന് BJP-ന്റെ സർട്ടിഫിക്കറ്റ് ആവശ്യം ഞങ്ങൾക്കില്ല. അല്ല, നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരാനും ഉദ്ദേശിക്കുന്നില്ല. ഉദ്ദേശിക്കുന്നില്ല. അത് അല്ല, നിങ്ങൾ ആദ്യം അദാനിക്കെതിരെ കോടിക്കണക്കിന് രൂപയുടെ അദാനിയുടെ കാര്യമൊക്കെ അവിടെ വിടുമെന്ന് നിങ്ങൾ എന്താ നേരെ അദാനിയിലേക്ക് പോയല്ലോ. ഇപ്പോഴും UDF ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനമുണ്ട് SDP-യുടെ പിന്തുണയിൽ. നിങ്ങൾ ഒരു തവണ പോലും ഈ റെയ്ഡിനെ അനുകൂലിച്ചൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ പറഞ്ഞത് ഒരു പക്ഷം പിടിക്കാനില്ല എന്നാണ്. അപ്പോൾ SDP-യെ തള്ളിപ്പറയാൻ UDF-ന് കഴിയുന്നില്ല. സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്താൽ അവരെ പോയി കൈ പിടിച്ചു വെച്ച് മാറ്റി ചെയ്യാൻ പറയണം. തെരഞ്ഞെടുപ്പുകളിൽ SDP-യുടെ വോട്ടുകൾ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പാർട്ടിയുടെ ആൾ ഔദ്യോഗികമായി പറഞ്ഞില്ലേ? മാത്രവുമല്ല, നമുക്ക് കേരളത്തിലെ തെരഞ്ഞെടുപ്പുകളിൽ എത്ര ഉദാഹരണമുണ്ട്. തൃശ്ശൂരിൽ പറഞ്ഞിരിക്കുന്നത് SDP UDF-ന് പിന്തുണ പ്രഖ്യാപിച്ചു, അത് അത്ര വലിയ ചർച്ചയാക്കേണ്ട കാര്യമില്ല എന്നാണ്. മാധ്യമത്തിന്റെ വാർത്തയാണിത്. ഇനി അടവൊന്നും മാറ്റിയാലേ രക്ഷയുള്ളൂ. ഈ പരൽമീന് പിടിക്കുന്ന നിങ്ങൾ തിമിംഗലത്തെ വിട്ടുകളയുന്നത് എന്തിനാണ്? കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തിയെന്ന് പല അന്വേഷണ ഏജൻസികളും കുറ്റാരോപിതരായിട്ടുള്ള അദാനി ഉൾപ്പെടെയുള്ള കോർപ്പറേറ്റ് ഭീമന്മാർക്കെതിരെ ഈ കേന്ദ്ര ഗവൺമെന്റ് എന്താ ED-യെ പറഞ്ഞേക്കാത്തത്? നിങ്ങൾക്ക് നട്ടലുണ്ടോ? ന്യായീകരിക്കുന്നു പറയണ്ട. അദാനിക്കെതിരായിട്ട് നിങ്ങൾ കൊണ്ടുപോയി ED ഓഫീസിൽ സബ്മിറ്റ് ചെയ്തിട്ട് ഞാൻ ഇന്ന തെളിവ് ED-ക്കെതിരെ കൊടുത്തിട്ടുണ്ട്, അവർ അന്വേഷണം പ്രഖ്യാപിക്കുന്നില്ല അല്ലെങ്കിൽ അവർ നടപടി എടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് നാളെ മുസ്ലിം ലീഗ് ഒരു പത്രസമ്മേളനം വിളിക്കും. ED എന്ന് പറയുന്ന ഒരു അന്വേഷണ ഏജൻസിയെ വിശ്വാസമില്ല ഇവിടുത്തെ ജനങ്ങൾക്ക്, ഇവിടുത്തെ പൗരസമൂഹത്തിന്. ED എന്ന് പറയുന്നത് വെറും കോമഡിയായി മാറി. അത് ആരൊക്കെ പറഞ്ഞു? ഇത് SDP മാത്രമല്ലല്ലോ പറയുന്നത്. ഇവിടുത്തെ കൊടിയേരി ബാലകൃഷ്ണന്റെ വീട് പിഴുതെടുക്കും, വീട് ബുൾഡോസർ കൊണ്ട് എടുക്കുമെന്ന് പറഞ്ഞത് ആരാ? ED പറഞ്ഞു. പിന്നെ ഇവിടുത്തെ ED എന്ന് പറഞ്ഞില്ലേ, തിരുവനന്തപുരത്ത് ED പിന്നെ വീട്ടിനകത്ത് പൈസ സൂക്ഷിച്ചിരിക്കുന്നു. RSS-കാരുടെ ചെപ്പടിക്ക് നിൽക്കുന്ന പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. എനിക്ക് തോന്നുന്നു ED അന്വേഷണം മാത്രമല്ല, ഇത് കേന്ദ്ര ഏജൻസികൾ മുഴുവനായിട്ടുള്ള ഒരു അന്വേഷണത്തിലേക്കാണ് പോകുന്നത്. അവിടെ NIA-യുടെ സാന്നിധ്യവും ഉണ്ടാവും. കാരണം PFI നിരോധിച്ചതിന് ശേഷവും NIA അന്വേഷണം ഇതിൽ നടക്കുന്നുണ്ടല്ലോ. PFIയുടെ സ്ലീപ്പർ സെല്ലുകൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന രീതിയിലുള്ള അന്വേഷണം നടക്കുന്നുണ്ടല്ലോ. പലതരം റെയ്ഡുകൾ ഉണ്ടായല്ലോ, പല നേതാക്കളെയും അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ. ഒന്നും മിണ്ടായിരിക്കും മൂപ്പരെ, ചുമ്മാ മനുഷ്യരെ പേടിപ്പിക്കാതെ. 350 കോടി രൂപ കുഴൽപ്പണമാണ് കൊടകരയിൽ ഉണ്ടായത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ കോർപ്പറേറ്റ് കുഴൽപ്പണമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് ED അന്വേഷിക്കണമെന്ന് അന്വേഷണ ഏജൻസി 2 തവണ ED-യോട് ആവശ്യപ്പെട്ടു. എന്നിട്ട് ഇത് പച്ചയായി കേരളത്തിൽ നിൽക്കുമ്പോൾ ED എന്തുകൊണ്ടാണ് അവിടെ അന്വേഷിക്കാത്തത്? നേരത്തെ പറഞ്ഞ അദാനിയുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കിന് രൂപ അത് പിന്നെ കള്ളപ്പണം ഉണ്ട് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് അത് ഏജൻസി അന്വേഷിക്കുന്നില്ല? എന്ത് ഭ്രാന്താണ് ഇയാൾ പറയുന്നത്? ഈ SDP-യെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? എന്തെങ്കിലും പിന്നെ ചെറിയ തുകകൾ പറഞ്ഞ് വലിയ പെരുപ്പിച്ച് കാണിക്കുന്നതല്ലാതെ ഈ പറയുന്ന തുകയുടെ പരിസരത്ത് വരുന്നുണ്ടോ? അവന്റെ ആത്മവിശ്വാസം തർക്കമില്ല. അസംബ്ലി തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കൊടകരയിൽ ഒരു 3.5 കോടിയുടെ വിഷയം ഉണ്ടായിട്ടുണ്ട്. കൊടകരയിൽ മാത്രമല്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വിവിധ രാഷ്ട്രീയ പാർട്ടികളുടേതുമായി ബന്ധപ്പെട്ടിട്ട് എനിക്ക് തോന്നുന്നു ഇലക്ഷൻ കമ്മീഷൻ മൊത്തത്തിൽ സീസ് ചെയ്തിരിക്കുന്ന 27 കോടി രൂപ എന്തോ ചെയ്തിട്ടുണ്ട്. ഈ രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ മുഴുവനും ED അന്വേഷണം ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യത്തിൽ പ്രഖ്യാപിക്കുക എന്ന് പറയുന്നത് അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല.
ഇതിനകത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ കയ്യിൽ നിന്നും പൈസ പിടിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് ശരിയാ. തമിഴ്നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ തുകയുടെ എണ്ണം വളരെ വലുതാണ്. 27 കോടി എന്ന് പറയുന്നത് 500 കോടിക്ക് പുറത്താണ്. അപ്പോൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാകുന്ന ഇത്തരത്തിലുള്ള പൈസകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്നതിന്റെ പുറകിൽ ഇന്നേ വരെയും രാജ്യത്തൊരിടത്തും ED അന്വേഷണം പ്രഖ്യാപിച്ച ചരിത്രം ഉണ്ടായതായിട്ട് എന്റെ അറിവിലില്ല. പോട്ടെ സാറേ കേട്ടാ വീട്ടുകളാ ബോട്ടിയില്ലാത്ത അവൻ എന്തെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞു. ഇനി അരവിന്ദ് കെജ്രിവാളിന്റെ വിഷയമല്ലല്ലോ ഇവിടുത്തെ വിഷയം. ഇനി അരവിന്ദ് കെജ്രിവാളിന്റെ വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടപ്പുറത്തിരിക്കുന്ന താങ്കളുടെ അനൌദ്യോഗിക സഖ്യകക്ഷിയായിട്ടുള്ള UDFന്റെ പ്രതിനിധിക്ക് പോലും എതിരഭിപ്രായമില്ല. കാരണം അവരും ഇപ്പൊ പറഞ്ഞുകൊണ്ട് കിടക്കുന്ന അരവിന്ദ് കെജ്രിവാൾ കള്ളനാണ്, അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് ശരിയാണ് എന്നാണ് ഇപ്പോൾ അവരും കഴിഞ്ഞ ഡൽഹി തെരഞ്ഞെടുപ്പിൽ മുഴുവൻ പറഞ്ഞത്. അതിനുശേഷം അവരും പറഞ്ഞുകൊണ്ട് കിടക്കുന്നത് അത് തന്നെയാണ്. അപ്പോൾ രാഷ്ട്രീയം സാഹചര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതിനനുസരിച്ച് തരാതരം പോലെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറയുക എന്ന് പറയുന്നത് മാത്രമാണ് ഈ പറയുന്ന രാജ്യത്തെ സോ കോൾഡ് ഫാഷിസ്റ്റ് വിരുദ്ധ ചേരി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതൊക്കെ പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ മുഴുവൻ അഭിപ്രായം പിന്നെ ജനങ്ങൾ മുഴുവൻ താങ്കളുടെ SDP ഓഫീസിൽ നിന്ന് അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടങ്ങ് പോവുമല്ലേ. നിങ്ങളുടെ അഭിപ്രായമാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്നങ്ങ് പറഞ്ഞാൽ മതി. 23 സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. 700-ലധികം ജനപ്രതിനിധികളുള്ള ഒരു പാർട്ടിയാണ്. കർണാടകയില് കോർപ്പറേഷൻ ഭരണത്തിൽ പങ്കാളിയായ ഒരു പാർട്ടിയാ. 7 പഞ്ചായത്ത് അവിടെ ഭരിക്കുന്നുണ്ട് പാർട്ടി. വലിയ കാര്യമായി ഇത് നിസ്സാരമായി നിങ്ങളങ്ങ് തള്ളി ഒരു വാജ്പേയി ഭരിക്കുന്നതിനൊക്കെ തൊട്ട് മുമ്പ് BJPക്ക് ഇതേ അവസരമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് എത്ര ജനപ്രതിനിധികൾ ഉണ്ടായിരുന്നു? അന്ന് BJP ഇന്ത്യ ഭരിക്കുമെന്ന് പറയുമ്പം പുച്ഛിച്ച് തള്ളിയവരുണ്ട്, നിങ്ങളെ കളിയാക്കിയവരുണ്ട്, BJPക്ക് ഒരു പ്രാധാന്യം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞവരുണ്ട്. അന്നും നമ്മൾ പറഞ്ഞിരുന്നു ഈ ഫാസിസം ഈ രാജ്യത്ത് വളർന്നു വരുന്നു എന്ന് അന്ന് മുതലേ പറഞ്ഞ പ്രസ്ഥാനമാണ് SDP. അന്ന് SDP ഉണ്ടായിരുന്നോ? ഞാൻ ചോദിക്കട്ടെ, അന്ന് SDP ഉണ്ടായിരുന്നോ? അല്ല അതല്ല ഉദ്ദേശം. പകരം അന്ന് സിമി ഉണ്ടായിരുന്നു. സിമി രൂപം മാറി മറ്റു പല രൂപങ്ങളുമായിട്ട് വന്നിട്ടുണ്ട്. പോപ്പുലർ ഫ്രണ്ട് ആയിട്ടുണ്ട്, SDP ആയിട്ടുണ്ട്. താങ്കളുടെ വായിൽ നിന്ന് തന്നെ താങ്കളുടെ അസ്തിത്വം എന്താണ്, പിതൃത്വം എന്താണ്, കഴിഞ്ഞ 16 വർഷമായി പാർട്ടി രൂപീകരിച്ചു. 16 വർഷം വളരെ ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. 2009 അത് പുറത്തു വന്നു. വളരെ സന്തോഷം. താൻ ഒന്നും പറയണ്ട, താൻ എത്ര കാരണം പറഞ്ഞാലും ഞാൻ എടുക്കത്തില്ല. വാജ്പേയിയുടെ ഭരണത്തിന് മുമ്പ് BJPക്ക് 2 MP മാത്രം ഉണ്ടായിരുന്ന കാലഘട്ടത്തില് ഭാവിയിൽ ഫാഷിസം വളർന്നു വരുന്നു എന്ന് നിങ്ങൾ പറഞ്ഞു എന്നാണ് പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞാൽ SDP അല്ല, അന്ന് സിമി ആയിരുന്നു ഉണ്ടായിരുന്നത്, നിരോധിക്കപ്പെട്ട സംഘടനയായിരുന്നു. സിമി പറഞ്ഞു, പിന്നെ അത് പോപ്പുലർ ഫ്രണ്ടായി. പോപ്പുലർ ഫ്രണ്ട് ഇപ്പൊ എന്താണ് SDP എന്നുള്ള പേരിൽ പുറത്തുചാടുക എന്നൊക്കെ പറയുന്നത്. 2009 പാർട്ടി രൂപീകരിക്കുമ്പോൾ 2009 വാജ്പേയി അല്ലല്ലോ, അതിനുശേഷം വാജ്പേയി അല്ലല്ലോ ഭരിക്കുന്നത്. താങ്കളുടെ വാക്കുകളാണ് ഞാൻ പറഞ്ഞത്. താങ്കളുടെ വാക്കുകളാണ് ഞാൻ പറഞ്ഞത്. 2009 കാലഘട്ടത്തിൽ നിങ്ങൾ അധികാരത്തിൽ വരുമെന്ന് പറയുമ്പോ പലരും ഞങ്ങൾ പരിഹസിക്കാൻ തയ്യാറായില്ല. നിങ്ങൾ പറഞ്ഞാണ്, ഞാൻ പറഞ്ഞല്ല. 2009 പാർട്ടി രൂപീകരിക്കുമ്പോ പെട്ടെന്ന് ഒരു എവിടെങ്കിലും നിന്നവർ വന്ന് പാർട്ടി ജോയിൻ ചെയ്തതല്ല. ഈ രാജ്യത്തെ വിവിധ മണ്ഡലങ്ങളിൽ ഇടപെട്ടവരാണ്. ഇത് തന്നെ ഞാനും പറഞ്ഞുള്ളൂ. ഇവിടെ ഈ ED പറയുന്നതും താങ്കൾ പറയുന്നതും തമ്മിൽ ഒരു വ്യത്യാസവുമില്ലല്ലോ. ദിസ് ഡോക്യുമെന്റ് പ്രൊവൈഡ്സ് ഇൻസൈറ്റ് ഇൻ ടു ദ ട്രൂ ഒബ്ജക്റ്റീവ് ഓഫ് PFI, ഡിസ്ക്രൈബിംഗ് ഇറ്റ് ആസ് ആൻ ഓർഗനൈസേഷൻ കമ്മിറ്റഡ് ടു അഡ്വാൻസിംഗ് ആൻ ഇസ്ലാമിക് മൂവ്മെന്റ് ഇൻ ഇന്ത്യ ബൈ എൻഡോഴ്സിംഗ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് ജിഹാദ് ഇൻ ഓൾ ഫോംസ്. ഇറ്റ് പൊസിഷൻസ് ഇറ്റ്സെൽഫ് ഇന്റേണലി ആസ് ആൻ ഇസ്ലാമിക് മൂവ്മെന്റ് ആൻഡ് എക്സ്റ്റേണലി ആസ് എ സോഷ്യൽ മൂവ്മെന്റ്. ടു അച്ചീവ് ദീസ് ഗോൾസ് PFI ഹാസ് എസ്റ്റാബ്ലിഷ്ഡ് SDPI, which is referred to as party at point 4 above. അപ്പോൾ ഈ പറയുന്ന പാർട്ടി SDPI ആണ്. ഇതൊരു ഇസ്ലാമിക് മൂവ്മെന്റ് ആണോ? ഇതൊരു ജിഹാദി മൂവ്മെന്റ് ആണോ? നിങ്ങൾക്ക് എന്ത് തെളിവാണ്? EDയുടെ പേപ്പർ അല്ലാണ്ട് വേറെ എന്ത് തെളിവാണ്? ഇതിന്റെ പ്രവർത്തന പാത ഏതെങ്കിലും ഒരു SDP നേതാവിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? മതവിദ്വേഷം പ്രചരിപ്പിച്ചു എന്നതിന്റെ പേരിൽ ഏതെങ്കിലും SDP പേരിൽ വന്നിട്ടുണ്ടോ? BJPയുടെ നിരവധി ആളുകളുടെ പേരുകൾ നമുക്ക് പറയാം. BJP ഒരു വർഗീയ സംഘടനയാണ് എന്ന് തെളിയിക്കാൻ കഴിയുന്ന എല്ലാ സംവിധാനമുണ്ട്. പക്ഷേ SDP സംബന്ധിച്ചിടത്തോളം എന്തുണ്ട്? ഒരു രേഖയുമില്ല. ഇതിന്റെ നിരോധിച്ച പ്രസ്ഥാനം നിരോധിക്കപ്പെട്ടിട്ടും ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. ഈ PFIയുടെ വാലി തൂങ്ങിയതായിരുന്നു എങ്കിൽ 2 വർഷം മുമ്പേ ഇത് തീർന്നു പോയനെ.
ED പറയുന്നവർ മുഖവിലേക്ക് എടുക്കണ്ട, BJP പറയുന്നവർ മുഖവിലേക്ക് എടുക്കണ്ട, നാട്ടിൽ അന്വേഷണ ഏജൻസികൾ പറയുന്നവന്ന് മുഖവിലേക്ക് എടുക്കണ്ട. നാളെ കോടതി ഇവർക്കെതിരെ പറഞ്ഞാൽ കോടതിയെ RSSും BJPയും ചേർന്ന് വിലയ്ക്ക് വാങ്ങിയെന്ന് പറയും. അവർ പറയുന്ന മുഖവിലേക്ക് എടുക്കണ്ട. ഇവർ ഒരു തീവ്രവാദ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടില്ല, വർഗീയമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഒരൊറ്റ കാര്യം മാത്രം പറഞ്ഞാൽ മതി, ഇവരെ ആരെ കൊണ്ട് നിങ്ങൾ സമ്മതിപ്പിക്കേണ്ട. UDFന്റെ അകത്തോ LDFന്റെ അകത്തോ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു ഘടകകക്ഷിയെ കൊണ്ട്, അല്ലെങ്കിൽ UDFനകത്തോ LDFനകത്തോ ഔദ്യോഗികമായിട്ട് നിങ്ങളെ ഒന്ന് ഉൾക്കൊള്ളിക്കാൻ പറയാമോ? ഇവിടെ ഇരിക്കുന്ന UDFന്റെ പ്രതിനിധി ഷാക്കിറിനെ കൊണ്ട് നിങ്ങൾ നല്ല മതേതര പ്രസ്ഥാനമാണ്, നിങ്ങളെ ഞങ്ങൾ ഉൾക്കൊള്ളുന്നു എന്നൊന്ന് പറയിക്കാമോ? അത് മാത്രം പറയിച്ചാൽ BJPയുടെ ലക്ഷ്യം എന്താണെന്ന് അല്ല, നിങ്ങൾ അത് മാത്രം ഒന്ന് പറയിച്ചാൽ. നിങ്ങൾ ED പറയുന്നത് കേൾക്കണ്ടെന്നേ, നിങ്ങൾ ഞങ്ങൾ പറയുന്നത് കേൾക്കണ്ടെന്നേ. നിങ്ങൾ ഷാക്കിറിനെ കൊണ്ട് അംഗീകരിക്കാൻ തയ്യാറുണ്ടോ SDPയെ? ഈ ഇരിപ്പിൽ അങ്ങോട്ട് സമാധിയായാൽ മതിയായിരുന്നു. BJP എത്ര പാർട്ടികൾ അംഗീകരിക്കുന്നുണ്ട്? BJP എത്ര പാർട്ടികൾ നീ വലിയ ഡീസന്റ്, ബാക്കി എല്ലാവരും മോശക്കാരും. നിങ്ങൾ മാടപ്രാവുകളാണ്, നിങ്ങൾ മതേതരത്വത്തിന്റെ അപ്പോസ്തലരാണെന്ന് പറഞ്ഞല്ലോ. ശരി, നിങ്ങൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് അംഗീകരിപ്പിച്ചു തന്നാൽ മതി. ബാക്കി പറയുന്ന മതേതര പാർട്ടികളെ കൊണ്ട് അംഗീകരിപ്പിച്ചു. SDPയെ തള്ളിപ്പറയാൻ ഷാക്കിറിന് മടി കാണും, SDPയെ പൂർണ്ണമായിട്ടും തള്ളിപ്പറയാൻ മടി കാണും, പക്ഷെ അംഗീകരിക്കാനും പറ്റില്ലല്ലോ. അല്ല, അതായത് നിങ്ങൾ ഏതെങ്കിലും ഒരു മുന്നണിക്കകത്ത് കയറുന്നു എന്നാ പിന്നെ ഞങ്ങൾക്ക് നോക്കാമല്ലോ. മുന്നണിക്കകത്തുണ്ടെന്നേ തമിഴ്നാട് പ്രധാന പ്രതിപക്ഷ ഞാൻ UDF LDF ആണ് പറഞ്ഞത്. ഇന്ത്യയും 21 സംസ്ഥാനങ്ങളുള്ള നിങ്ങൾ 21, നിങ്ങൾ അതിപ്പോ CPM പറയാം അവർ 30 സംസ്ഥാനത്തുണ്ടെന്ന്, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതല്ല UDFന്റെ നേതൃയോഗത്തില് അവരെ രാത്രി ഇരുട്ടത്ത് തലേ തുണിയിട്ട് നിങ്ങളുമായിട്ട് സഹകരിക്കും, ഞങ്ങൾക്കറിയാം. അതിന്റെ അല്ല പറഞ്ഞത്. ഓപ്പൺ ആയിട്ട് അവർക്ക് സഹകരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കോ എങ്കിൽ പിന്നെ നിങ്ങൾ ഇപ്പൊ BJPയുടെ പ്രതിനിധി SDPയെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു അന്ന് നിങ്ങളുടെ പാർട്ടിയുടെ പേര് അതായിരുന്നല്ലോ. എന്നാൽ നിങ്ങൾ കേൾക്ക്, RSSന്റെ 1951 മുതൽ 1977 വരെയുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ പേരെന്തായിരുന്നു? BJPയുടെ പ്രതിനിധി പറഞ്ഞുതരുമോ? ഭാരതീയ ജനസംഘം. പിന്നീട് നിങ്ങൾ ഭാരതീയ ജനസംഘം അതിന്റെ ജന്മദിനം വരെ ഞങ്ങൾ ഇന്നും ആഘോഷിക്കുന്നത്. ഞങ്ങളുടെ സംസ്ഥാന ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ സ്റ്റാച്ചുവാണ് വെച്ചിട്ടുള്ളതാണ്. ഞങ്ങൾ ഇല്ലാന്ന് പറഞ്ഞാണ് പ്രവർത്തിക്കുന്നത്. ഇതേ ചാനലിൽ ഞാൻ RSS തീവ്രവാദിയാണെന്ന് പറഞ്ഞതിന് ചില ആളുകൾ എന്നെ വിമർശിക്കാൻ വന്നു. നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. ഞാൻ അതേ സംഗതി ആവർത്തിക്കാണ്. പേര് നിങ്ങളും മാറ്റിയിട്ടുണ്ട്, NDF മാറ്റിയിട്ടുണ്ട്, രണ്ട് കൂട്ടര്. അതുകൊണ്ടാണ് ഞങ്ങൾ ആവർത്തിച്ച് പറയുന്നത്, മറയില്ലാതെ പറയുന്നു, തലയിൽ തുണിയില്ലാതെ പറയുന്നു. RSSന്റെ ഭൂരിപക്ഷ വർഗീയതയും NDF ഉൾപ്പെടെയുള്ള കക്ഷികളുടെ പഴയ കക്ഷിയുടെ പുതിയ രൂപമായിരുന്നാലും ന്യൂനപക്ഷ വർഗീയതയും ഈ രാജ്യത്ത് ആപത്താണ് എന്ന് ആവർത്തിച്ച് തുറന്ന് പറയുന്നവരാണ് ഞങ്ങള്. മുസ്ലിം ലീഗിന്റെ ന്യൂനപക്ഷ വർഗീയതയും രാജ്യത്തിന് ആപത്താണ് എന്ന് ഞങ്ങളെ പറയാം. ഇത് രണ്ടും ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. പച്ചയ്ക്ക് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പോയ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ്. ആ മുസ്ലിം ലീഗിന്റെ ന്യൂനപക്ഷ വർഗീയതയും ഈ നാടിന് ആപത്ത് തന്നെയാണ്. ജനസംഘം എന്ന പേരുണ്ടായിരുന്നു, പറയുന്നുണ്ടല്ലോ. ഭാരതീയ ജനസംഘം പേര് ഭാരതീയ ജനതാ പാർട്ടി ഞങ്ങളത് പച്ച വെളിച്ചം പോലെ പറയുന്ന അദ്ദേഹത്തിന് ഉത്തരം മുട്ടിയപ്പോ അദ്ദേഹം എന്താ പറയാ സംസാരിക്കാൻ സമ്മതിക്കാതിരിക്കാണ്. ഉത്തരം മുട്ടിയപ്പോ സംസാരിക്കാൻ സമ്മതിക്കാൻ മര്യാദല്ല. നിങ്ങൾ നേരത്തെ അവര് പേര് മാറ്റിയതിനെ കുറിച്ച് പറഞ്ഞു. SDPയെ ന്യായീകരിക്കുവാനാണല്ലോ കൂടുതൽ സമയവും മെനക്കെടുക്കുന്നത്. അത് ശരി, അപ്പൊ നിങ്ങളൊക്കെ ഒരു ഗ്രൂപ്പാണല്ലേ? നിനക്ക് ഞാൻ ശരിയാക്കി തരാം. SDPയെ ന്യായീകരിക്കുന്നതിന് വേണ്ടിയാണ്. ജനസംഘം പേര് മാറിയതാണ് ഭാരതീയ ജനതാ പാർട്ടി എന്ന് സമ്മതിക്കാൻ ഞങ്ങൾ
യാതൊരു മടിയില്ല. CPI പേര് മാറിയാണ് SPFI ആയത്. അത് തന്നെയാണ് SPFI എന്ന് സമ്മതിക്കാൻ അവരെ കൊണ്ട് പറ്റുമോ? പറ്റില്ലല്ലോ. അതാണ് വ്യത്യാസം. അത് ആദ്യം മനസ്സിലാക്കുക. അത് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് ഉണ്ട്. ഞങ്ങൾ രണ്ടു കൂട്ടർ കണക്കാണ്. ഞങ്ങൾക്ക് രണ്ട് കൂട്ടരും കണക്കാണ്. രണ്ട് കൂട്ടർ നിങ്ങൾ പള്ളികൾ തകർക്കുക, ആൾക്കൂട്ട കൊലപാതകങ്ങൾ നടത്തുക. നിങ്ങളുടെ പണി വേറെന്താണ്? നിങ്ങളുടെ പണി? ബിജെപിയുടെ പണി ആൾക്കൂട്ട കൊലപാതകം നടത്തുന്നത്. നിങ്ങളുടെ പണി മറ്റേ ബേക്കറി പപ്സ് മോഷ്ടിക്കലല്ലേ? ബേക്കറി ലഹള നടത്തുക, വാട്സാപ്പ് വാർത്ത നടത്തുക. നിങ്ങളുടെ പണി ബേക്കറി കയറി പപ്സ് മോഷ്ടിക്കലാണ്. അത്രയല്ലേ ഉള്ളൂ. പൊയ്ക്കോണം.